വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് പറയുന്നതോടൊപ്പം സവർണ മേധാവിത്വത്തിന്റെ കഥകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബ്രാഹ്മണോസ്യ മുഖവാസിദ് ബാഹു രാജന്യകൃത ഒരു തദസ്യ ദൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ 90-ാം സൂക്തത്തിലെ 12-ാമത്തെ റിക്കിൽ എന്താണ് പറയുന്നത്? പരമപുരുഷന്റെ പരബ്രഹ്മത്തിന്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണൻ, കൈകളിൽ നിന്ന് നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ക്ഷത്രിയൻ, തുടകളിൽ നിന്ന് വൈശ്യൻ, പാദത്തിൽ നിന്ന് ശൂദ്രൻ. അതുകൊണ്ട് പരബ്രഹ്മത്തിന്റെ പാദത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ശൂദ്രൻ ബ്രാഹ്മണന്റെ പാദസേവ ചെയ്താലേ മോക്ഷം കിട്ടൂ. ഇതെവിടെ നിന്ന് വന്നു? സവർണ ചിന്ത. പാണ്ഡവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്ന മാനവ സാഹോദര്യത്തിന്റെ ചിന്തക്ക് എതിരായി കൊണ്ടുള്ള ചിന്തകൾ. അതുകൊണ്ട് ഇത്തരം വൈരുദ്ധ്യങ്ങളെ തിരിച്ചറിയുക, വൈരുദ്ധ്യമില്ലാത്ത ഗ്രന്ഥത്തെ അറിയാൻ ശ്രമിക്കുക, വൈരുദ്ധ്യമില്ലാത്ത മാർഗദർശനത്തെ അറിയാനുള്ള ശ്രമം ഉണ്ടാവുക. ഇവിടെ ഖുർആൻ പറയുന്നത് വൈരുദ്ധ്യമില്ല ഖുർആനിൽ. അത് കൃത്യമായി ധാർമ്മികത പഠിപ്പിക്കുന്നു, നന്മ പഠിപ്പിക്കുന്നു, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെ അത് സ്പർശിക്കുന്നു. അത് സമാധാനമാണ്, മോക്ഷത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. 10-ാം അധ്യായം യൂനുസിൻ്റെ 25-ാമത്തെ വചനം, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. സഹോദരങ്ങളെ, ഞാനടക്കം നമ്മെ എല്ലാവരെയും ദൈവം ക്ഷണിക്കുന്നത് സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നാളെയുടെ ലോകത്ത് നമുക്ക് സ്വർഗവും നേട്ടവും ദൈവത്തിന് തൃപ്തിയും ലഭിക്കണമെങ്കിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ഖുർആൻ പറഞ്ഞല്ലോ ഇക്കാര്യം. 3-ാം അധ്യായം ആലി ഇംറാന്റെ 185-ാമത്തെ വചനം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഹ അനിൻ നാരി വഉദ്ഖലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. എല്ലാവരും മരിക്കും. ഹിന്ദുക്കളായ നിങ്ങളും മുസ്ലിങ്ങളായ ഞങ്ങളും എല്ലാവരും മരിക്കും. ഈ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുക. അന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവനാരോ, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നവനാരോ, അവനാണ് ആത്യന്തികമായി വിജയം നേടിയവൻ. ഈ ലോകം വഞ്ചനയുടെ വിഭവമാണ്, ഏത് സമയവും തീരാം. അതുകൊണ്ട് ഈ ലോകത്തെ സ്വർഗവും നരകവും ഉള്ളത് അത് മിഥ്യയാണ്, തെറ്റായ ധാരണയാണ്. നാളെയുടെ ലോകമുണ്ട്, അതാണ് പ്രമാണങ്ങൾ പറയുന്നത്. എന്നാൽ ജനങ്ങൾ അതിൽ നിന്ന് തെന്നി പുനർജന്മ ചിന്തയിലേക്കും പിഴച്ച ചിന്തയിലേക്കും പോയി. സഹോദരങ്ങളെ, ഇസ്ലാം ഇവിടെ കൃത്യമായി നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. സട്ടാവ് അവൻ ഏകനാണെന്നും അവനെ ആരാധിക്കണമെന്നും സ്വർഗ നരകങ്ങളുണ്ട് എന്നും പ്രവാചകന്മാരെ വിശ്വസിക്കണമെന്നും വേദസംഹിതകൾ അംഗീകരിക്കണമെന്നും അതുവഴി മാത്രമാണ് മോക്ഷവും മോചനവും സ്വർഗവും ഉടയത്തമ്പുരാൻ്റെ തൃപ്തിയും നേടാൻ സാധിക്കുകയുള്ളൂ എന്നും വളരെ കൃത്യമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ പരസ്പരം വാളെടുക്കുന്ന, പരസ്പരം സർവനാശത്തിനു വേണ്ടി ചാടിപ്പുറപ്പെടുന്ന ആ നടപടിക്രമങ്ങൾ നിർത്തുക. പരസ്പരം ശ്രമിക്കുക, പരസ്പരം അറിയാൻ ശ്രമിക്കുക, പ്രമാണബദ്ധമായി പരസ്പരം മനസ്സിലാക്കാനുള്ള ശ്രമം ഉണ്ടാവുക, തെറ്റായ ധാരണകൾ മാറ്റിവെക്കുക, ഊഹാപോഹങ്ങളെ മാറ്റിവെക്കുക, പരസ്പരം സ്നേഹിക്കാനും സത്യം അറിയുവാനുള്ള കൂട്ടായ ശ്രമവും പ്രാർത്ഥനയും ഉണ്ടാകുക. അതാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, ഇസ്ലാം ഇത് മോക്ഷത്തിൻ്റെ മാർഗമാണ്, മോചനത്തിൻ്റെ മാർഗമാണ്. ഈ മോചനത്തിൻ്റെ, മോക്ഷത്തിൻ്റെ, സ്വർഗത്തിൻ്റെ മാർഗം മനസ്സിലാക്കിയ മുസ്ലിങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബാധ്യതയാണ് ഈ സത്യത്തിൻ്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നത്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നത്. ഈ ഉത്തരവാദിത്വ നിർവഹണമാണ് ഇവിടെ നടക്കുന്നത്. സഹോദരങ്ങളെ, തുറന്ന മനസ്സുമായി ചിന്തിക്കുക. ഞങ്ങൾക്ക് സ്വർഗം കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളും സ്വർഗത്തിൻ്റെ വക്താക്കളാകണമെന്നുള്ള ആഗ്രഹമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരാനുള്ള പ്രേരക ഘടകം. നിങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും താല്പര്യവും അത് ഞങ്ങൾക്ക് ഉണ്ട്. നിങ്ങളെ സ്നേഹമാണ് ഞങ്ങൾക്ക്, നിങ്ങളുടെ ഇഷ്ടമുണ്ട് ഞങ്ങൾക്ക്. നരകത്തിന് നിങ്ങൾക്കും ഞങ്ങൾക്ക് രക്ഷപ്പെടണം. ഈ വിശാലമായ സ്നേഹവും ആഗ്രഹവുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ഈ ഉള്ളവനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും മുസ്ലിങ്ങൾക്കുമുള്ള പ്രചോദക ഘടകം. സഹോദരങ്ങളെ, നമുക്ക് ഒറ്റക്കെട്ടായി ശ്രമിക്കാം, ഒറ്റക്കെട്ടായി നമുക്ക് പ്രാർത്ഥിക്കാം. സത്യമതത്തെ അറിയാൻ ഈ സത്യമതം ഇവിടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. സമർപ്പണത്തിൻ്റെ, സമാധാനത്തിൻ്റെ, മോക്ഷത്തിൻ്റെ, മോചനത്തിൻ്റെ, ദൈവം തമ്പുരാൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം, ദർശനം അത് ഇസ്ലാമാണ്. സമർപ്പണത്തിൻ്റെ മാർഗമാണിത്. പഠിക്കണമേ, അറിയണമേ, തുറന്ന മനസ്സുമായി പഠിക്കാനുള്ള സന്നദ്ധത ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമേ. നമുക്ക് സ്നേഹിക്കാം, ബന്ധങ്ങൾ നന്നാക്കാം. നമ്മളെ പരസ്പരം തമ്മിലടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളെ തിരിച്ചറിയുക, തുറന്ന മനസ്സുമായി സ്നേഹിക്കുക. സട്ടാവായി ഉടയ തമ്പുരാൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്ര നേരം ഈ ഉള്ളവനെ വളരെ താല്പര്യപൂർവ്വം ശ്രവിച്ച കണ്ണും കാതും തുറന്നുകൊണ്ട് ഈ സമാധാനത്തിൻ്റെ, മോക്ഷത്തിൻ്റെ മാർഗത്തെ കേട്ടുകൊണ്ടിരുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്കേവർക്കും സട്ടാവായി ഉടയ തമ്പുരാൻ എന്നുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. ഉടയ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭം
ഈ പ്രോഗ്രാം സത്യം അറിയാനും സത്യമതത്തെ കണ്ടെത്തുവാനും അത് ഉൾക്കൊള്ളുവാനും അതിൽ തന്നെ നിലകൊള്ളുവാനും ആ സത്യമതത്തിൻ്റെ വക്താവായി ജീവിതം മുഴുവൻ ആ തലത്തിൽ തന്നെ നിലകൊള്ളുവാനും ഈ പ്രോഗ്രാം കാരണമായി തീരട്ടെ. നാളെയുടെ ലോകത്ത് ഇതൊരു പ്രതിഫലാർഹമായ കർമ്മമായി സട്ടാവായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരാനുകാലികം സ്നേഹസംവാദം മാസിക, വാരാന്ത ടെലിവിഷൻ പ്രോഗ്രാമുകൾ, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, ഖുർആൻ പരിഭാഷാ വിതരണം, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാദ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ. ആമീൻ.